ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണു പ്രതീക്ഷിക്കണു. നീ ഒരു ഹൈ പറഞ്ഞേ. ഹലോ. എന്നെ അവിടെ ഇരുന്ന ഉറങ്ങിക്കോ. എന്താ ഇപ്പത് കഥ? വന്ന് അനുമോളില്ലാത്തൊരു എപ്പിസോഡില്ല എന്നുള്ളൊരു അവസ്ഥയായി. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? സത്യമല്ലേ? എല്ലാ എപ്പിസോഡിലും അനുമോളുണ്ട്, ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. സംഗതി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ മാറ്റർ. എന്തായാലും അതിൻ്റെ അകത്ത് ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും അനുമോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം, എന്തെങ്കിലും ഒരു ടോക്ക് ഉണ്ടാവും. റിയാലിറ്റി അല്ലേ. ഇപ്പോൾ ഫാൻ സോൺ കോൺടെസ്റ്റിലാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി വിജയിച്ചു. അത് അറിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവർ കാരണം തന്നെയാണ് അനുമോൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്. ഓക്കെ, ഓഫ് കോഴ്സ് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ബട്ട് സ്റ്റിൽ കുറേയും കൂടി അതിൻ്റെ മുകളിലേക്ക് അനുമോളോട് ആളുകൾക്കൊരു താല്പര്യം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കണ്ടസ്റ്റൻസാണ്. ഈ കണ്ടസ്റ്റൻസിന് എന്താണ് ഇത്ര വിവരം എന്ന് പറഞ്ഞ സാധനം, ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ഇപ്പം ആദ്യത്തെ രണ്ടാമത്തെ സീസണൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കുക, ഇത് 7ാമത്തെ സീസണായി. അപ്പം കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ എന്താണ്, ഒരാളേനെ ഒരു വിഷയം ഉണ്ടാവുകയാണ്, ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവരുടെ മെക്കട്ടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താ ഉണ്ടാവുക? ഈ പറയുന്ന കൂട്ടത്തോടെ ആളുകൾക്ക് ഇവന്മാരെന്ത് പുണ്ണാക്കാണ് കാണിക്കണം, അയ്യേ വൃത്തികെട്ടന്മാർ എന്നുള്ളൊരു തോട്ടേ വരുള്ളൂ. ഇവർ ഗ്യാങ് ആയിട്ട് കളിക്കണം എന്നുള്ളൊരു തോട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒറ്റയ്ക്ക് ഈ ആട്ടും തുപ്പും കേട്ടോണ്ടിരിക്കുന്ന ആളോട് നമുക്കൊരു സ്നേഹവും സഹതാപം എന്ന് പറഞ്ഞൊരു സാധനം തോന്നും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഓൾറെഡി സപ്പോർട്ട് ഉണ്ട്, കുറച്ചും കൂടി ആ സപ്പോർട്ട് കൂടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ മറ്റ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യമൊന്നും അല്ലല്ലോ, ഈ ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറയുന്ന കാര്യമാണ്. ഇവന്മാരൊക്കെ കൂടിയിട്ട് ബുള്ളിങ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ ബുള്ളിങ് പുറകെ നടന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഡാം ഷുവർ, ആൻഡ് ആ വീഡിയോയിലൊക്കെ ഞാൻ പറയണ്ടായിരുന്നു, ഈ സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് വേണമെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാമായിരുന്നു, അല്ലേ? ഇപ്പം ഇവർ പുറകെ പോയില്ലെങ്കിൽ അനുമോൾക്ക് സ്ക്രീൻ സ്പേസും കമ്മിയാവും കമ്പാരിറ്റീവ്ലി. പക്ഷെ ഇവരെന്താ കാണിക്കണത്? ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് സിമ്പിൾ, ഇവിടെ അങ്ങ് കൂടാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇവരുടെ മെക്കട്ടിക്ക് അങ്ങ് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ചെയ്തത്. ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ബുള്ളിങ്. അപ്പോൾ സ്ക്രീൻ സ്പേസും കിട്ടി, എന്താ പറയുക, ഇവന്മാർ നെഗറ്റീവ് ആവുകയും ചെയ്തു, ഇവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമല്ലേ? ഇപ്പം അനീഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ ഒരു പോൾ ഇട്ട് നോക്കി കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ അനീഷ് അപ്പാനി ശരത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതിൽ 5% 5%ഒക്കെ ഉണ്ടോ? 5% വോട്ട് മറ്റേ അപ്പാനി ശരത്തിനാണ് ആക്ച്വലി കിട്ടിയത്. ബാക്കി ഫുള്ള് അനീഷിനാണ് ആക്ച്വലി കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫസ്റ്റ് അനീഷ് ഭയങ്കര ഉറപ്പിക്കലും പരിപാടിയൊക്കെ ആയ സമയത്ത് ആ ടൈമിലും ഐ വാസ് ഡാം ഷുവർ ഈ ചെങ്ങായിക്ക് ഫാൻസ് കൂടും. അതേപോലെ കാരണം എല്ലാ ആളുകളും ഇതൊന്നും അപ്പോടാ മറ്റവനെ മറച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയോടെ ബോറൊക്കെ കയറി. പിന്നെ അനീഷും കുറേയൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ടൊക്കെ അതിൻ്റെ അകത്ത് നിന്നു, കളിയുടെ ട്രാക്കും പരിപാടിയൊക്കെ മാറ്റി. അയാൾക്ക് ഫാൻസ് ഉണ്ടായത് അയാളുടെ കളി കൊണ്ട് തന്നെയാണ്, അയാൾ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അവിടെയും ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം ഇയാൾക്ക് നേരെ വരാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അതും അയാൾക്കൊരു ഹെൽപ്പായിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ അനാലിസിസ് ബ്രോ. ഇവിടെ എന്താണ്, അനുമോളും അനീഷും ഇവർ രണ്ടുപേരുടെ മെക്കട്ടയ്ക്ക് മാത്രമാണ് ഈ കണ്ടസ്റ്റൻസിനൊക്കെ കയറാൻ ഒരു ധൈര്യം എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അപ്പാനി ശരത്ത്, ഈ ചങ്ങായിക്ക് അതിൻ്റെ അകത്തൊരു ഗെയിമും ഇല്ല, ഒരു കോപ്പും ഇല്ല. അക്ബർ പോട്ടെ, അക്ബർ ഒറ്റയ്ക്ക് നിന്നാലും കളിക്കാനുള്ള തലച്ചോറുണ്ട്, ഗെയിം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പോയിക്കോളും. പക്ഷേ ഈ ശരത്തൊക്കെ എന്താണ് മെയിനായിട്ട്, ശരത്തിന് അവിടെ എങ്ങനെയെങ്കിലൊക്കെ എന്താ പറയുക, 4 ഡയലോഗൊക്കെ അടിക്കണം. സിനിമയല്ല, അത് ഷോ എന്നുള്ളത് മൂപ്പര് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ എന്താണ് ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു സോൺ എന്നുള്ള രീതിയിൽ
ഇങ്ങേരെ മെക്കെട്ട് കയറിക്കൊണ്ടിരുന്ന അനീഷിൻ്റെയും അനുമോളുടെയൊക്കെ മെക്കെട്ടൊക്കെയാണ്. അപ്പോൾ ഇവരുടെ മെക്കെട്ടൊക്കെ ഇപ്പോൾ ഫോർ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എടുത്ത് നോക്കണേ, അതായത് എപ്പിസോഡ് 32 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് കിട്ടിയ പണിഷ്മെന്റ് എന്താണ്? മിണ്ടാണ്ടിരിക്കുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ എന്താണ് വായ അടച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ അനുമോൾക്ക് സ്ക്രീൻ സ്പേസോ കോപ്പോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ അത് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ ശരത്ത് എന്താണ് കാണിച്ചത്? വെറും തറ ലെവല് കളി. തറ എന്ന് പറഞ്ഞാൽ കൂതറ ലെവല് കളിയാണ് മൂപ്പര് കളിക്കണത്. മൂപ്പര് പുറകെ നിന്നിട്ട് അനുമോളുടെ അപ്പനെ വിളിക്കുക, എന്താണ് പറയുക, എന്താണ് കരിപ്പെട്ടി കച്ചവടം എന്നൊക്കെയുള്ള രീതിയിൽ പറയുക. അതെന്താണ് നാണമില്ലേന്ന് ചോദിക്കാൻ ചെന്ന അനീഷിനെ എന്താ പറയുക, എന്താണ് കോപ്പറ കച്ചവടക്കാരെന്ന് അങ്ങനെ എന്തോ സംതിങ് എന്തൊക്കെയോ പറഞ്ഞിട്ട് കളിയാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ശരത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ശരത്തിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ശരത്തിന് ആകെ ഈ അനുമോളുടെയും അനീഷിൻ്റെയും മെക്കെട്ടുമാണ് കയറാൻ വേണ്ടിയിട്ട് പറ്റണത്. പിന്നെ ഒരു ടൈമിൽ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ഇവരുടെ മെക്കെട്ടേക്ക് കയറിയതായതുകൊണ്ട് അവരൊക്കെ മണ്ടന്മാരുമായി, ഇവർക്ക് ഫാൻസും കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഇവർക്കില്ലേ? അനീഷിനും ഉണ്ട്, അനുമോൾക്കും ഉണ്ട്, പിന്നെ ഷാനവാസിനും അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്താണ്? ഈ ഷാനവാസ് ആണെങ്കിലും ഈ അനീഷിൻ്റെ മെക്കട്ടിക്ക് ഒരു പരിധി വിട്ട് കയറിയിട്ടില്ല, അനുമോളുടെ മെക്കട്ടിക്ക് ഒരു പരിധി വിട്ട് കയറിയിട്ടില്ല. അങ്ങേര് ഒരു 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 ന്യൂട്രൽ സ്റ്റാൻഡ് പിടിച്ചിട്ടൊക്കെയാണ് ആക്ച്വലി നിൽക്കുന്നത്. അല്ലേ അല്ലേ ഈ പറഞ്ഞ ഈ അക്ബറിനോ ശരത്തിനോ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് ഈ ഷാനവാസിനെതിരെ ആക്ച്വലി ഇല്ല. ഷാനവാസ് അങ്ങനെ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയിട്ട് ഇവരുടെ മെക്കട്ടയ്ക്ക് കയറാനോ പിടിക്കാനോ ഒന്നും ചെല്ലുന്നില്ല. അതൊരു കാര്യമാണ്. അപ്പോൾ ഷാനവാസിനെ വേറൊരു സോണിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സോണിലാണ് പ്രേക്ഷകരാണെങ്കിലും കാണുന്നത്. പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിലും പുലിയോടൊരു താല്പര്യം എന്ന് പറഞ്ഞ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് അനാലിസിസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അനുമോൾ ഇന്നത്തെ എപ്പിസോഡും തൂക്കി. അനുമോള് ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അനുകരണം എന്ന് പറഞ്ഞ സംഗതി അത് ഗിസയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അവർക്കൊക്കെ അവർക്ക് പണി കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റണില്ല. ചെയ്തു. ഷീ ട്രൈഡ് ഹാർഡ്, ഷീ ട്രൈഡ് വെരി വെൽ. ബട്ട് മലയാളം ഒരു വിഷയമൊക്കെ ആയതുകൊണ്ടും അനുമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയതുകൊണ്ടും അവരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കൊള്ളാം. അവരും ചെയ്തു നന്നായിട്ട്. ഗിസയിലും ആക്ച്വലി ചെയ്തു. പക്ഷെ അത് ഗിസൈലിന് വേണ്ടിയിരുന്നില്ല എന്നായുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ബോത്ത് ഡിഡ് വെൽ, ദെയർ ബെസ്റ്റ് അവരത് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് എപ്പിസോഡ് ഓൾസോ എന്താ പറയുക, അനുമോള് ഹൈലൈറ്റ് ആയി എന്നുള്ളൊരു സംഗതിയാണ്. നെവിൻ പെട്ടെന്ന് മാറിയ പോലെയൊക്കെ ഉണ്ട് ഗ്രൂപ്പ് പുള്ളി ഡയറക്റ്റ്ലി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു സംഗതി ആയിരുന്നില്ല. പക്ഷെ എന്നാലും മൂപ്പര ഗ്രൂപ്പിൻ്റെ കൂടെ വലിയ ഉപദ്രവമൊന്നും ഇല്ലാതെ നിൽക്കണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം എന്തോ ചെറുതായിട്ട് ആ ഗ്രൂപ്പിനെ ഒന്ന് സൈഡാക്കി അനുമോളുടെ പുറത്തുള്ള സപ്പോർട്ട് അറിഞ്ഞതിന് ശേഷമാണ് എന്ന് തോന്നുന്നു. ഇപ്പം ചെറിയൊരു ചായവൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം. എന്താ ചെയ്യുക, ഓരോരോ അവസ്ഥകളെ. പിന്നെ ശൈത്യയുടെ കാര്യം പറയണമെങ്കിൽ ശൈത്യ അനുമോളുടെ പല്ലടിച്ച് കൊഴിക്കോ അത്ര. ഓ ശൈത്യേ, എന്താണ് പല്ലടിച്ച് കൊഴിക്കോ? ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ വിഷയം ശൈത്യ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓക്കെ, ഞാനും കണ്ടിട്ടൊന്നുമില്ല ശൈത്യ പറഞ്ഞത്. അപ്പോൾ അനുമോൾ വെറുതെ അത് എന്താണ് ശൈത്യ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയാമെന്ന് പറയുന്നത് മിസ്റ്റേക്കാണ് ആക്ച്വലി. അറിയാത്ത കാര്യം പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതൊക്കെ അനുമോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അധികം ഡയലോഗ് അടിക്കാതെ മുമ്പോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നല്ലതായിരിക്കും. പക്ഷെ അനുമോൾ എന്തറിയോ, ഇടയിലൊന്ന് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാലും ഇടയിൽ ഇങ്ങനെ ഓരോ പണി ഒപ്പിക്കും. അതാണ് അനുമോൾക്ക് ഇടയിലൊരു നെഗറ്റീവ് പരിപാടിയൊക്കെ വരുന്നത്. ഇപ്പം ശൈത്യയുടെ കേസിൽ ആവശ്യമുണ്ടായിരുന്നില്ല. അത് ഒപ്പിച്ചത് ആരാണ്? ഈ എക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ആരാണ്? മസ്താനിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആദില പറയുന്നത്. അപ്പം അത് ഓക്കെ, അതാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അനുമോളാക്കി നിൽക്കണം. പക്ഷെ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഈ പറഞ്ഞ ശൈത്യയുടെ മെക്കെട്ടന്നെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഈസ് എ റോങ് തിങ്. അപ്പോൾ ഒബ്വിയസ്ലി ചെയ്യാത്ത ഒരു കാര്യം അല്ലെങ്കിൽ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ശൈത്യക്ക് നല്ല ആർക്കാണെന്നുണ്ടെങ്കിലും ദേഷ്യം വരും. അപ്പോൾ ആ ഒരു രീതിയിൽ പല്ലടിച്ച് കൊഴിക്കും എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ പറയുന്നുണ്ട്. പിന്നെ ശൈത്യ ഭയങ്കരമായിട്ടൊക്കെ അടിക്കുന്ന ഡയലോഗ് കട്ടപ്പയല്ലാതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശൈത്യന് ഞാൻ കട്ടപ്പയാണ് കൊട്ടപ്പയാണെന്നൊന്നും പറയുന്നില്ല. ബിക്കോസ് ഈസ് എ ഗെയിം ഷോ. സോ ചിലപ്പോൾ പുറകെ നിന്ന് കുത്തേണ്ടി വരും, ചിലപ്പോൾ
അങ്ങനത്തെ കളികളൊക്കെ ആക്ച്വലി കളിക്കും. ഇറ്റ് ഹാപ്പൻസ് അല്ലേ. അപ്പം അത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഇപ്പോൾ മറ്റേ മുമ്പ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ ക്ലിപ്പ് സഹിതം കാണിച്ചൊരു സംഗതി ഉണ്ടല്ലോ, മറ്റേ മന്ത്രവാദ സംഗതി. ശരത്ത് എന്തോ അനുമോളെ കുറിച്ച് മന്ത്രവാദം കൂടോത്രന്നൊക്കെയുള്ള ലെവലിലൊക്കെ പറയുന്ന സമയത്ത് ശൈത്യ ആ സമയത്ത് അനുമോളായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നൊരു സാഹചര്യമാണ്. അനുമോളാണെങ്കിൽ ശൈത്യയെക്കുറിച്ച് ഒന്നും പറയാത്ത ഒരു സാഹചര്യമാണ് ആ സമയം. പക്ഷെ അന്ന് ഇവർ നല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഈ ശൈത്യ അപ്പാനി ശരത്തിൻ്റെ കൂടെ കൂടിയിട്ട് എന്താണ് ഈ പറഞ്ഞ കൂടോത്രം മന്ത്രം എനിക്കും ഒരു നെഗറ്റീവ് ഫീൽ തോന്നി. ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റഫ് ശൈത്ര ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശൈത്യ ഒന്നും അറിയാത്ത പോലെ കയറിയിട്ട് നിൽക്കണത് ഓക്കെ. ഇപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കേസ് ശൈത്യ പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ഓക്കെ, സത്യമായിരിക്കും ശൈത്യയുടെ ഭാഗത്ത്, അതൊക്കെ ഓക്കെ, ഡണ്ണാണ്, ഞാനൊന്നും തെറ്റു പറയുന്നില്ല. പക്ഷേ ഈ പിന്നിന്ന് കുത്തുക എന്ന് പറയുന്ന സംഗതി അതും ഞാൻ തെറ്റാണ് പറയാനില്ല, ഗെയിം ഷോ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇവിടെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് എനിക്കൊരു പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ തോന്നിയ കണ്ട കാര്യങ്ങളൊക്കെ പറയണമെന്ന് മാത്രം. പുറകെ നിന്ന് അടിച്ചിട്ടൊക്കെ ഉണ്ട് ശൈത്യ, അത് പുറകെ നിന്ന് അടിച്ചിട്ടൊക്കെ ഉണ്ട്, അടിച്ചിട്ടില്ല പറയാൻ പറ്റില്ല, അടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ആര്യൻ എന്താണ് മറ്റേ കോംബോ പിടിക്കാൻ നോക്കി എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ഒരു ക്രഷ് എന്നുള്ള സംഭവമൊക്കെ ശൈത്യ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ ഡിസ്കസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അനുമോളെ കുറിച്ച് വേറെ ആരോടും പോയി പറഞ്ഞിട്ടില്ല, എന്താ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയണതിൽ അർത്ഥമില്ല. ശൈത്യ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഓക്കെ. മറ്റേ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ അനുമോളുടെ കേസ് ശൈത്യ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഡണ്ണാണ്, ഡൺ. ശൈത്യ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാനും ഉറച്ചു നിൽക്കുന്നു, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഇനി മസ്താനയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ചെങ്ങായിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ. ഭയങ്കര ഇറിറ്റേഷനാണ്. എന്തിനാണ് ഇവർ കയറി വന്നിരിക്കുന്നത്? ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് അന്തസ്സോട് കൂടിയിട്ട് കളിക്കണം. കഴിവുണ്ടെങ്കിൽ. കഴിവില്ലാത്ത ആൾക്കാരാണ് കഴിവുകെട്ട പണി കാണിക്കുക. അത് മസ്താനയുടെ കേസിൽ എന്തോ കഴിവില്ലാത്തൊരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് അതിൻ്റെ അകത്തുള്ള ഗെയിം കളിച്ചൂടെ? അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ വെച്ച് ഗെയിം കളിച്ചൂടെ? ഇവരെന്തിനാണ് ഈ വെളിയിലത്തെ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പം എക്സ് ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, എന്ത് പുണ്ണാക്ക് ആയിക്കോട്ടെ, എന്തിന്, എന്ത് കാര്യത്തിന്? അന്തസ്സിട്ട് കളി. അപ്പോൾ അനുമോളെ വെറുക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കും, അനുമോള് മറ്റേ ആര്യൻ ഗിസൈലിൻ്റെ വിഷയത്തിൽ മറ്റേ ബെഡിലത്തെ ഇല്ലാത്ത കാര്യമല്ലേ പറഞ്ഞത്, അന്ന് നാണം കെട്ട കളിയല്ലേ? ഓഫ് കോഴ്സ് അനുമോൾ അങ്ങനെ ആര്യൻ ഗിസൈലിൻ്റെ കേസിൽ പറഞ്ഞത് വെറും നാണം കെട്ട ചീപ്പായിട്ടുള്ള ഒരു വർത്തമാനം തന്നെയാണ്. അത് വൃത്തികെട്ട സാധനം തന്നെയാണ്. ചിപ്പ് നമ്പർ 1 ചീപ്പ് എന്ന് തന്നെയാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ചിട്ട് പറഞ്ഞത്. ശക്തമായ ഭാഷ അനുമോളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ പറയുക, മസ്താനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആര്യനായിക്കോട്ടെ, ഈ പറഞ്ഞ അനുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വെളിയിൽ നിൽക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഇവർ പറയുന്ന സമയത്ത് അനുമോൾക്ക് അങ്ങനെ കിട്ടണം നന്നായി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അനുമോൾ ചെയ്തതും വളരെ ചീപ്പായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അതേപോലെ തന്നെ തിരിച്ച് അതേ ചീപ്പായിട്ടുള്ള നമ്പർ കൊണ്ട് തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അതും എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമല്ല. ബിക്കോസ് അടിക്ക് തിരിച്ചടി എപ്പോഴും നമ്മുടെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അടിക്ക് മടിയാതിരിക്കില്ല. ഇപ്പം ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്നെ തീട്ടം കോരിയിട്ടാണ് എറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തീട്ടം കോരി എറിയില്ല. കാരണം അവരുടെ ക്വാളിറ്റി അല്ലല്ലോ നമ്മുടെ അങ്ങനെ ആയിരിക്കരുതല്ലോ. നമ്മുടെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കേസിൽ അനുമോളുകളുടെ കേസിൽ അനുമോൾ ചെയ്യുന്നത് മോശം, ആ കേസിൽ മോശം ചെയ്തത്. പക്ഷെ തിരിച്ചാണെങ്കിലും ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സ്റ്റഫ്സ് ഈ വെളിയിലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടുക, വർത്തമാനം പറയുക. വാട്ട് എ ചീപ്പ് ഗെയിം ദാറ്റ് ഈസ്. ദാറ്റ് റിയലി ഇറിറ്റേറ്റ്സ് മീ. ഇപ്പോൾ മസ്താനി ആദ്യമായിട്ടൊന്നുമില്ല, മസ്താനിയാണ് മറ്റേ ആര്യൻ ഗിസൈലിൻ്റെ സംഗതിയൊക്കെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഇട്ടത് തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട്. അപ്പം തൊട്ടേ ഞാൻ നോട്ട് ചെയ്യണതാണ് മസ്താനിയുടെ എല്ലാം. എന്തോരം കാര്യം, എത്ര വാണം കിട്ടിയിട്ട് റെഡി ആവുന്നില്ല. ചെയ്യാൻ പാടാത്ത കാര്യമല്ലേ, റൂൾ ബ്രേക്ക് ആണത്. എല്ലാ ദിവസവും ഇരുന്നിട്ട് വെളിയത്തെ കാര്യം എന്ന് പറയും. നാണമില്ലാണ്ട് എന്താണ് ഇവിടുന്ന് പുറത്തുനിന്ന് കളിയും കണ്ട് ഉള്ളിൽ കയറി പോയിട്ട് അന്തസ്സായിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ. ഇത് കണ്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പോയി പറയണത് എന്ത് ഊള പരിപാടിയാ. ആര്യൻ ഗിസൈലിൻ്റെ കേസിൽ മസ്താനി പണിയത് മറ്റേ വല്ലാതൊരു വണ്ണലായിപ്പോയി. ഇനി അടുത്തൊരു വണ്ണൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ ചെയ്യുക എന്താ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അനീഷിൻ്റെ മെക്കിട്ട് കയറിയത്.
എന്താണ് പേഴ്സണൽ ലൈഫ് ഞാൻ പറയില്ല പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് മറ്റേ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമൊക്കെയാണ്. അതും കൊണ്ടുവന്നിട്ട് ഇട്ടു. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് മസ്താനിക്ക്? എന്താവശ്യമാണ്? അതിൽ ജിഷനും കൂടി വെറുതെ എല്ലാവൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയി. എന്താണ് ഈ വന്ന വഴിക്കാടുകൾക്കൊന്നും ഒരു കൾച്ചറില്ല, അല്ലെങ്കിൽ വന്ന വഴിക്കാടുകൾക്കൊന്നും ഒരു തരത്തിലുള്ള നിലവാരം എന്ന് പറഞ്ഞ സാധനമില്ല. പേഴ്സണൽ കാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ട് പറയുക. വാട്ട് നോൺസെൻസ് ആർ ഡൂയിങ്? കഷ്ടം. ഈ അടുത്ത് ഷാനവാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ചെങ്ങാനെ ഇഷ്ടമാണ്. ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് രസമാണ്. ചില സമയത്ത് ആൾ എന്റർടൈനിങ് ആണ്, ചില സമയത്ത് ആള് സംസാരിക്കണൊക്കെ ഉണ്ട്, കൊള്ളാവുന്നൊരു കണ്ടസ്റ്റന്റാണ്. പക്ഷെ ഇങ്ങേര് വേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അച്ഛനെ പോയി വിളിച്ചാൽ മതി. മസ്താനീൻ്റെ അടുത്തും പോയിട്ട് അച്ഛനെ പോയിട്ട് വിളിക്കാൻ പറഞ്ഞു. അത് പലരോടും പുള്ളി ആ ഡയലോഗ് അടിക്കുന്നുണ്ട്, അക്ബറിനോടും ഒക്കെ ആ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തെങ്കിലും ഷാനവാസിനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ പറയുക. ഒന്നാമത് ഷാനവാസ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൗസിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ആളുകളെ മാത്രമേ കാണാനും പറ്റുള്ളൂ, അവരോട് മാത്രമേ മിണ്ടാനും പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ അച്ഛനോട് പറ, അമ്മോട് പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിൻ്റെ അകത്തുനിന്ന് അവരെന്നെ അച്ഛനോടും അമ്മയോടൊന്നും പറയാനായിട്ട് വിടത്തൊന്നുമില്ല. പറ്റൂല, അത് ബുദ്ധിമുട്ടാ. അപ്പോൾ അത് ഷാനവാസ് മനസ്സിലാക്കണം. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും പറയേണ്ടി വരുമ്പോഴേക്കും അച്ഛനിട്ട് വിളിക്കുന്നത് എന്ത് വൃത്തികെട്ട ഏർപ്പാടത്. അത് ശരിക്കും പറഞ്ഞാൽ കടുത്ത വാണിങ്, അതിന് കടുത്ത പണിഷ്മെന്റ് കൊടുക്കുക തന്നെ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇഷ്ടമാണ് ഷാനവാസിനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന എല്ലാം പരിപാടിയൊന്നും യോജിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്തിനാ അപ്പനെ വിളിക്കണേ? വീട്ടിലുള്ളവർ അവിടെ ഇരുന്നോട്ടെ സ്വസ്ഥമായിട്ട്, വയസ്സായ ആൾക്കാരല്ലേ. ഇത് അവരെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ടിട്ട് ശരിയല്ലല്ലോ. ഗെയിം കളിക്കാൻ ബുദ്ധിയും വിവരവും വെളിവും ബോധവും ഉണ്ടെന്നുണ്ടെങ്കിൽ, അന്തസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുക, നിലപാട് പറയുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മര്യാദ രീതിയിൽ അത് പറയുക. അതല്ലേ വേണ്ടത്. അല്ലാതെ കഷ്ടം. പിന്നെ ഇപ്പം ഇന്ന് മറ്റേ ലക്ഷ്മി അല്ലേ, വയൽക്കാട്, മറ്റേ ആര്യൻ്റെ തുണിയുടെയൊക്കെ കേസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ലക്ഷ്മിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആര്യനോട് പൊതുവെ ആളുകൾക്ക് ഒരു താല്പര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ വിഷയത്തിലും നമ്മൾ അയാളുടെ മെക്കെട്ട് കയറിയില്ലല്ലോ. ന്യായം ഉണ്ടെങ്കിൽ അയാളുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നിൽക്കണം. ലക്ഷ്മിയുടെ ഭാഗത്ത് ആക്ച്വലി മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ പറ്റണമെന്ന് വെച്ചാൽ, ആര്യൻ്റെ വിഷയമാണെങ്കിൽ ആരും സംസാരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അല്ലാതെ അതിൽ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ലക്ഷ്മിയുടെ മെക്കട്ടേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്താണ് അവിടെ? ലക്ഷ്മി എയറിലെ പോവുമൊന്നുമില്ല. ലക്ഷ്മിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്മിയുടെ മിസ്റ്റേക്ക് ആൾക്കാരങ്ങ് മറക്കും. ആരും ഒന്നാമത് നമ്മുടെ ഓഡിയൻസാണ്. വി ആർ നോട്ട്, എന്താ പറയുക, നമ്മൾ അത്യാവശ്യം ഈ സിമ്പത്തിയും എമ്പത്തിയൊക്കെ ഉള്ള ആളുകളാണ്. പിന്നെ ഈ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ കാണുന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇമോഷണലിയും കൂടി കാണുന്ന ആളുകളാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഈ പറഞ്ഞ ലക്ഷ്മീനെ, അനുമോളേനെയും അനീഷിനെയൊക്കെ അറ്റാക്ക് ചെയ്തപോലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവന്മാർ മണ്ടന്മാരാകുക എന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. അവർക്ക് ഹെയ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവരാരെയാണോ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് അവർക്ക് മെല്ലെ മെല്ലെ ഫാൻസ് ആവുകയും ചെയ്യും. അപ്പോൾ ലക്ഷ്മിക്കും അത്യാവശ്യം ഫാൻസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു മറ്റ് കണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പലപ്പോഴും കമൻ്റൊക്കെ ചെയ്യൂലേ പലരുടെ വീഡിയോൻ്റെ താഴെ പോയിട്ട്, അനുമോൾ പി ആർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ എന്താണ് വെളിയിലുള്ള ആളുകളേനെ, അല്ലെങ്കിൽ അനുമോള് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളേനെ PR എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അനുമോളുടെ PR ഇവിടെ വെളിയിലിരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരോ കമൻ്റ് ഇടുന്ന ആളുകളോ ഒന്നുമല്ല മെയിനായിട്ടുള്ള PR. വെളിയിലുള്ള ആളുകൾക്ക് എന്തോരം തന്നെ ചെയ്യാൻ പറ്റും. അവർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താ? ആരാ? അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസാണ് പ്രധാനപ്പെട്ട PR. അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരത്ത മെയിൻ PR അനുമോളുടെ, പിന്നെ അക്ബർ. ഇവരാണ് പ്രധാന PR. അപ്പോൾ ആ PRകളെയാണ് ആദ്യം വിമർശിക്കേണ്ടത്. കാരണം അവരാണല്ലോ ഗ്രൂപ്പായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് ബുള്ളിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു സഹതാപവും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ അത് മെല്ലെ അത് സ്നേഹമായിട്ട് മാറും. അപ്പോൾ കമൻറ്റുകളും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ PR എന്ന് പറഞ്ഞ് പൊട്ടന്മാരാവാതെ നിങ്ങൾ ഈ പറഞ്ഞ ടാർഗറ്റ് ചെയ്ത് ബുള്ളി ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ വിമർശിക്കുക. അവരല്ലേ PR പണി എടുക്കുന്നത് യഥാർത്ഥത്തിൽ.
മറ്റേ സീസൺ 2 രജിത് കുമാർ ഒറ്റപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ സപ്പോർട്ട് കൂടുതൽ രജിത് കുമാറിന് തന്നെയായിരുന്നു. അയാൾ ഒറ്റപ്പെടൽ കളിയാണ് കളിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന അഭിപ്രായവും ഉണ്ടായിരുന്നു. ഓക്കെ, അയാൾ ഒറ്റപ്പെടാൻ ശ്രമിച്ചാൽ ഒറ്റപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം. അല്ലാതെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ഒറ്റപ്പെടുത്തുന്ന കളി കളിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അയാളെ ഒറ്റപ്പെടുത്താതെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ആക്രമിക്കുന്ന ആൾക്കാർക്ക് ഫാൻസും ഉണ്ടാവില്ല, കണ്ടന്റും ഉണ്ടാവില്ല, സ്ക്രീൻ സ്പേസും ഉണ്ടാവില്ല, ഒരു പുഴുങ്ങാങ്കണ്ടിയും ഉണ്ടാവില്ല. അവിടെ ഒറ്റപ്പെട്ട ആൾക്കായിരിക്കും ഫാൻസ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.